ഹായ് ഡിയോസ്. അപ്പം നമ്മൾ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് 2024 അതായത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് തേർഡ് വീഡിയോ ആണ്. മറ്റു രണ്ട് വീഡിയോസും കാണാത്തവർ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് വീഡിയോസ് കാണാവുന്നതാണ്. സോ ഇതൊരു ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ക്ലെൻജ്-ജോർദാൻ ഇക്വേഷൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ. സോ ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ ക്ലെൻജ്-ജോർദാൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന്. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനല്ല, അത് ഇങ്ങനെയായിരുന്നു. 1/c² ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് ഡെൽ സ്ക്വയർ psi പ്ലസ് m0 c by h cross the whole square psi is equal to 0. ഇതാണ് ക്ലെൻജ്-ജോർദാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ഇക്വേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്കൊന്നത് ചെയ്ത് ഞാൻ കാണിക്കാം, പക്ഷെ ചെയ്യാതെ തന്നെ നമുക്കിത് കിട്ടും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് h/2π എന്നാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ h ക്രോസ് ആണ്, അപ്പൊ അത് h/2π ആണെന്ന് വിചാരിക്കാം. ബാക്കി പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ മൂന്ന് ഓപ്ഷൻസ് നോക്കിക്കേ. ഈ ഓപ്ഷനിൽ ഡെൽ സൈ ബൈ ഡെൽ ടി ആണ്. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഡെൽ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ഓപ്ഷനിലോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി ആണ്. ഇത് ഇവിടെ ഡോ സ്ക്വയർ ഉണ്ട്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ടി നമുക്ക് എഴുതായിരിക്കും. ഇവിടെ ഡോ സൈ ബൈ ഡോ ടി ആണ്. ഡോ സൈ ബൈ ഡോ ടി ഇതിൻ്റെ അകത്തെങ്ങും ഇല്ല. ഐയും ഇതിൻ്റെ അകത്തില്ല. അപ്പം സോ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് പറയാം, എന്തായാലും ഓപ്ഷൻ സിയും അല്ല ബിയും അല്ല, എ ആണ്. നമുക്ക് പറയാം. ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഈ ഫോമിലേക്ക് വരുന്നതെന്ന്. അപ്പം 1/c² ഡോ സ്ക്വയർ സൈ ബൈ, ഞാൻ സൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, സൈ മൈനസ് ഡെൽ സ്ക്വയർ സൈ പ്ലസ് m0 c ബൈ h ക്രോസ് ദി ഹോൾ സ്ക്വയർ സൈ is equal to 0. അപ്പൊ നമുക്ക് ഡെൽ സ്ക്വയർ സൈ ഒരു സൈഡിലും ബാക്കി എല്ലാവരും അപ്പുറത്തെ സൈഡിലോട്ട് ആണല്ലോ വരും. ഇപ്പൊ ഡെൽ സ്ക്വയർ സൈനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ എന്ത് വരും? ഡെൽ സ്ക്വയർ സൈ അല്ല, ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയറിനെ റൈറ്റിലോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഡെൽ സ്ക്വയർ സൈ പ്ലസ് m0 c ബൈ h ക്രോസ് ദി ഹോൾ സ്ക്വയർ is equal to മൈനസ് 1/c² ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇത് അപ്പുറത്തോട്ട് പോയി. ദെൻ ഇവിടെ ഉള്ളതിൽ ഞാൻ ഈ c² വെച്ച് എല്ലാവരെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെങ്ങനെ വരും? -c² ഡെൽ സ്ക്വയർ സൈ പ്ലസ് c² m0. ഇവിടെ എന്താ? m0 ഞാൻ ഈ സ്ക്വയർ അകത്തോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? m0² c² ബൈ h ക്രോസ് സ്ക്വയർ is equal to മൈനസ് c² അപ്പുറത്തോട്ട് പോയല്ലോ, ബാക്കി എന്താ ഉള്ളത്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇനി എല്ലാ ടേമിനെയും ഒരു h ക്രോസ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ എങ്ങനെ വരും? ഇത് h ക്രോസ് സ്ക്വയർ c² ഡെൽ സ്ക്വയർ സൈ പ്ലസ് ഇവിടെ 2c² ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് വരും? m0² c⁴ ബൈ h² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ h² കട്ട് ചെയ്തു പോയി. ഈക്വൽ ടു മൈനസ് h ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. സോ h ക്രോസിന് പകരം h/2π കൊടുത്ത് എന്തായി? ഫസ്റ്റ് ഇക്വേഷനായി. സോ ആദ്യത്തേത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ എ നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് corresponding to n is equal to 1, L is equal to 0, ml is equal to 0, the hydrogen atom with even parity. അപ്പം ഒരു നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഹൈഡ്രജന്റെ എനർജിയുടെ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ എനർജിയുടെ ഇക്വേഷൻ En is equal to NLM. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ. സോ നമ്മുടെ ഞാൻ എന്താ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ കാര്യം? ഓപ്ഷൻസിൽ മുഴുവൻ ഫസ്റ്റ് ഓർഡറിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഒക്കർ ഫസ്റ്റ് ഓർഡർ ഇൻ സ്റ്റാർക്ക് എഫക്ട്, ദേ ഒക്കർ നോ ഫസ്റ്റ് ഓർഡർ ഇൻ സ്റ്റാർക്ക് എഫക്ട്, ദേ ഒക്കർ ബോത്ത് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഇൻ സ്റ്റാർക്ക് എഫക്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പം NLM
അപ്പം ഫസ്റ്റ് ഓർഡർ E1 is equal E1 100 is equal to summation of psi 100 H psi 100 ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്റഗ്രേഷൻ ഇതിന്റെ സ്റ്റെപ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഡെറിവേഷനിലോട്ടൊന്നും പോകുന്നില്ല. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പൊ അത് അറിഞ്ഞിരുന്നാൽ മതി. 100 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ എനർജിയുടെ ഫസ്റ്റ് ഓർഡർ എനർജി എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ ലീനിയർ സ്റ്റാർക്ക് എഫക്ട്, നോ ലീനിയർ സ്റ്റാർക്ക് എഫക്ട് 0 ആയതുകൊണ്ട് നോ ലീനിയർ സ്റ്റാർക്ക് എഫക്ട്. അപ്പം എന്താ, ദർ ഈസ് നോ ഫസ്റ്റ് ഓർഡർ സ്റ്റാർക്ക് എഫക്ട്. ഇനി 33 the selection rule for pi and sigma components of the normal Siemann effect. ഇതിലൊന്നും നമുക്ക് ചെയ്യാനില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നോർമൽ സീമൻ എഫക്റ്റിൽ പൈ കമ്പോണന്റിനുള്ള സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഇതാണ്, ഡെൽറ്റ എം എൽ ഇസ് ഈക്വൽ ടു 0യും സിഗ്മ കമ്പോണന്റിനുള്ളത് ഡെൽറ്റ എം എൽ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. പൈ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് പോളറൈസ് ചെയ്തിരിക്കുന്ന കമ്പോണന്റ്സ്. സിഗ്മ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോളറൈസ് ചെയ്തിരിക്കുന്ന കമ്പോണന്റ് ആണ്. അപ്പൊ അതിന്റെ സെലക്ഷൻ റൂൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് സെലക്ഷൻ റൂളൊക്കെ, സിഗ്മയുടെയും പൈയുടെയും നോർമൽ സീമൻ എഫക്ട്. ഇനി 34 ഫെർമി ഗോൾഡൻ റൂൾ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ട്രാൻസിഷൻ റേറ്റ് എന്തിന്റെയാണ്, അതും വീക്ക് ഹാർമോണിക് പെർട്ടർബേഷൻ. അപ്പം ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മിക്കതും തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ പഠിച്ചു വെച്ച സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫെർമി ഗോൾഡൻ റൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ട്രാൻസിഷൻ റേറ്റ് ഇൻ വീക്ക് ഹാർമോണിക് പെർട്ടർബേഷൻ. വീക്ക് ഹാർമോണിക് പെർട്ടർബേഷന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ളതാണ് ഫെർമി ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഇനി റിഗാർഡിംഗ് ടു വെയിൽസ് ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പം വെയിൽസ് ഇക്വേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇറ്റ് റെപ്രസെന്റ് ദ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ഫോർ മാസ്ലെസ് സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ. അപ്പൊ മാസ്ലെസ് ആയിട്ടുള്ള സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസിന്റെ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ആണ് എന്ത്, വെയിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഇതിനെ പറയുന്ന പേരാണ്, ഇങ്ങനത്തെ സ്പിൻ ഹാഫ് മാസ്ലെസ് പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് വെയിൽ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. വെയിൽ ഫെർമിയോൺസ്. ഈ വെയിൽ ഫെർമിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾസ് ഒന്നും വെയിൽ ഫെർമിയോൺസിൽ വരത്തില്ല. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഹൈപ്പറോൺസ് അങ്ങനത്തെ ഒന്നും ആരും ഇതിൽ വരത്തില്ല, വെയിൽ ഫെർമിയോൺസിൽ വരില്ല. പക്ഷെ ന്യൂട്രിനോസ് മാത്രം ഇതിന് ആപ്ലിക്കബിൾ ആണ്. ന്യൂട്രിനോസിനും ഈ വെയിൽ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി സൊല്യൂഷൻ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡഡ് വെയിൽ ഇക്വേഷനും റൈറ്റ് ഹാൻഡഡ് വെയിൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ ദർ എക്സിസ്റ്റ് 2 different solutions for left-handed and right-handed Weyl equation. So option C-യും 3യും കറക്റ്റ് ആണ്. ഇനി there exists one unique solution for left-handed and right-handed Weyl equation. തെറ്റാണ് അല്ലേ? ഒന്നല്ല, 2 സൊല്യൂഷൻസ് ഉണ്ടാവും. 2 different solutions ആണ് ലെഫ്റ്റ് ഹാൻഡഡിനും റൈറ്റ് ഹാൻഡിനും. അപ്പൊ 4 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും, D 1, 2, 3 are correct. ഇനി ഹു ഇൻട്രൊഡ്യൂസ് ഹോൾ തിയറി ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, ആരാണ്, പോൾ ഡിറാക് ആണ്. ഡിറാക് ഹോൾ തിയറി എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത് തന്നെ. സോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, പോൾ ഡിറാക്. ഇനി 37 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് പാരിറ്റി ഓപ്പറേറ്റർ. അപ്പം പാരിറ്റി ഓപ്പറേറ്ററിന്റെ കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പാരിറ്റി ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണോ, അതെ ഹെർമീഷ്യൻ ആണ്. അപ്പൊ നമ്മൾ ഒരു പാരിറ്റി ഓപ്പറേറ്റർ ഇപ്പൊ ഇങ്ങനെ എഴുതുവാണെങ്കിൽ psi p phi ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ അത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ അല്ലായിരുന്നെങ്കിൽ അത് ഈക്വൽ ആവത്തില്ലായിരുന്നു. ഇനി ഐഗൺ വാല്യൂ ഓഫ് പാരിറ്റി ഓപ്പറേറ്റർ ഇത് തന്നെയാണ്, +1 and -1 ആണ്. പാരിറ്റി ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണ്. പാരിറ്റി ഓപ്പറേറ്ററിന്റെ ഐഗൺ വാല്യൂ +1 and -1 ആണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ പാരിറ്റി ഓപ്പറേറ്റർ കമ്മ്യൂട്ട്സ് വിത്ത് ഹാമിൽട്ടോണിയൻ, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി 1, 2, 3. ഇനി വിച്ച് among the following is valid in case of Pauli's exclusion? Pauli's
സ്പിൻ മാട്രിക്സ്. അപ്പൊ നമുക്കത് ഓൾറെഡി അറിയാം. ഡിറ്റർമിനന്റ് ഓഫ് പോളീസ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്. നമുക്ക് അറിയാം അല്ലെ, സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്, ഇങ്ങനെ 3 എണ്ണം ഉള്ളത്. ആദ്യത്തേത് എന്താണ്? 0 1 1 0 -1 ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ 3ഉം നിങ്ങൾക്ക് അറിയായിരിക്കും. പോളീസ് മാട്രിക്സ്. ഓക്കെ, 0 1 1 0 തന്നെയാണ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? 0 -1. ഓക്കെ, -1. ഇനി സിഗ്മ വൈ എന്താണ്? 0 -i 0. ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴോ 0 മൈനസ് i സ്ക്വയർ എത്രയാണ്? -1. പിന്നെ -1 വരും, ഒരു -1 കൂടെ വരും പ്ലസ്. അപ്പൊ എന്താ -1 ആണ്. ഇനി സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 1 0 0 -1 ഈക്വൽ ടു 1. ഇത് -1 -0. അപ്പൊ എല്ലാത്തിനും ഡിറ്റർമിനന്റ് -1 ആണ്. സോ ആദ്യത്തെ ഇത് കറക്റ്റ് ആണ്. സെക്കൻഡ്, ട്രേസ് ഓഫ് ദ എലമെന്റ്. ട്രേസ് നോക്കിക്കേ, ഇതിന്റെ ട്രേസ് എത്രയാണ്? ട്രേസ് എന്ന് പറഞ്ഞാൽ എന്ത്? സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്. 0 + 0 0, 0 + 0 0, 1 + -1 0. സോ ട്രേസ് എന്താണ്? ട്രേസ് 0 ആണ്. അതും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, സിഗ്മ എക്സ് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു -സിഗ്മ വൈ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു i സിഗ്മ ഇസഡ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്. സോ അതും കറക്റ്റ് ആണ്. സോ 1 2 and 3 ആർ വാലിഡ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി വിച്ച് among the following represent the optical theorem? ഇതിൽ ഏതാണ് ഒപ്റ്റിക്കൽ തിയറം റെപ്രസെന്റ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ തിയറം റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ്, ഓപ്ഷൻ ബി ആണ്. എന്താണ് ഒപ്റ്റിക്കൽ തിയറം എന്ന് ഓർക്കുന്നുണ്ടോ? സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിന്റെ ക്രോസ് സെഷനിൽ ഫോർവേഡ് സ്കാറ്ററിംഗ് ഫോർവേഡ് ആണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ക്രോസ് സെഷൻ സിഗ്മയുടെ വാല്യൂ ആണ് 4π/k. ഇമാജിനറി പാർട്ട് ഓഫ് ഫംഗ്ഷന്റെ f(0). സോ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിന്റെ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഡെറിവേഷൻ മുഴുവൻ നമുക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളത് പഠിച്ചു വെക്കുക. അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ലോസിനെ കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഫോർവേഡ് സ്കാറ്ററിംഗിൽ എത്രത്തോളം ഇന്റൻസിറ്റി ലോസ് ഉണ്ടാവും എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.